പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരുപാട് പഠനമൊക്കെ നടത്തിയിട്ടുള്ള ഒരു ആളാണ് VC ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് കേരളത്തിൽ മൊത്തത്തിൽ ഒരു 250ഓളം ആൾക്കാര് ഇങ്ങനെ പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും പരിസ്ഥിതിനെ കുറിച്ച് പഠിക്കുകയും കാടിനെ കുറിച്ച് പഠിക്കുകയും അതിനെ ഡോക്യുമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 2 വർഷമായി ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ട്. അപ്പോ പല സ്ഥലങ്ങളിൽ ഇപ്പൊ കാവുകള് അല്ലെങ്കിൽ പാറ പോലുള്ള മാടായി പാറ പോലെയുള്ള പ്രദേശങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്കായിട്ട് കഴിഞ്ഞ വർഷം അവധിക്കാലത്ത് പക്ഷി നിരീക്ഷണ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ഫോട്ടോഗ്രാഫി, ചിത്ര പ്രദർശനമൊക്കെ നമ്മുടെ ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ ഗ്രൂപ്പ് ഈ വർഷം നടത്തുന്ന പരിപാടിയാണ് ഈ കാവുകളെ തേടി എന്ന് പറയുന്നത്. നിങ്ങൾ മിക്കവാറും എല്ലാവരും കാവുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചിലവരൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ചിലപ്പോൾ ചില വലിയ കാവുകൾ ഉണ്ടാവും, ചെറിയ കാവുകളുണ്ട്. ചെറിയ കാവിൽ ചിലപ്പോൾ ഒരു മരം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാല് വലിയൊരു കാടിന്റെ ഒരു ചെറിയ കഷ്ണമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത്രയും പിന്നെ ജീവികളെയും അല്ലെങ്കിൽ ചെടികളെയും ഒക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഉറവകൾ കാണുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാവുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാവുകളും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വിശ്വാസത്തിന്റെ പുറത്താണ് കാവുകളൊക്കെ ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാട് പിടിച്ച് നശിച്ചു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക്. അപ്പൊ നമ്മൾ എല്ലാം വെളുപ്പിച്ച് വൃത്തിയാക്കി കോൺക്രീറ്റ് ഇടുകയോ അല്ലെങ്കിൽ ഇന്റർലോക്ക് ഇട്ട് വൃത്തിയാക്കുകയൊക്കെയാണ് നമ്മളിപ്പോ നാച്ചുറലായിട്ട് ചെയ്തു വരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കാവുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം പൂർണ്ണമായി നശിക്കുന്നതിന് മുമ്പ് ഉള്ള കാവുകളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളൊക്കെ കുറെ വയസ്സായ ആൾക്കാരാണ്. അപ്പൊ ഇനി വരുന്ന കുഞ്ഞു കുട്ടികളെ, നിങ്ങളെ പോലുള്ള കുഞ്ഞു കുട്ടികളാണ് ഇതിനൊക്കെ സംരക്ഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ എന്നുള്ള രീതിയിൽ VC മാഷ് നിങ്ങളെ പരിചയപ്പെടുകയും നിങ്ങളോട് സംസാരിക്കുകയും കാവുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആമുഖം തരുന്നതാണ്. ഓക്കെ മാഷേ, വീഡിയോ ഓൺ ചെയ്യാം. മാഷേ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സ്നേഹ ടീച്ചറാണ് നിങ്ങളോട് സംസാരിച്ചത്. സ്നേഹ ടീച്ചർ സബ്സിഡി കോളേജിലെ ഫോറസ്ട്രി വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച വാക്ക് വിത്ത് VC എന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തകയാണ്. നമുക്ക് കാവുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നടന്ന പരിപാടികളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രാവശ്യം നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും തന്നെ മിക്കവാറും വീടിനടുത്തല്ലെങ്കിലും ചെറിയ ചെറിയ കാവുകളെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ കാവ് എന്ന് പറയുന്നത് നമുക്ക് നാടിന് കാവൽ നിൽക്കുന്നത് എന്ന ഒരർത്ഥം കൂടിയുണ്ട്. അതായത് സാധാരണ പഴയകാലത്ത് കാടായിരുന്ന ഭാഗം പിന്നീട് വെട്ടിമാറ്റി നമ്മൾ വീടുകളൊക്കെ എടുത്ത് ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ പ്രകൃതിയെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗം അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ അധികം അങ്ങനെ ശല്യപ്പെടുത്തില്ല. അവിടെ അധികം ആൾക്കാർ അങ്ങനെ പോകാത്ത രീതിയിലായിരിക്കും. ചിലപ്പോ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലും ഒരു വിളക്ക് വെച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. അപ്പൊ ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന അല്ലെ നമ്മൾ തന്നെ സംരക്ഷിക്കുന്ന കാടിന്റെ ചെറിയ കഷ്ണങ്ങളെയാണ് നമ്മൾ കാവ് എന്ന് പറയുന്നത്. അപ്പൊ കാവുകളെ പറ്റിയുള്ള കുറെ പഠനങ്ങൾ നിങ്ങൾ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ കണ്ണൂർ കാസർഗോഡ് ജില്ല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാവുകൾ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും തെയ്യം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടും അമ്പലത്തിന്റെ പറമ്പുകൾ കുറച്ച് ഭാഗം ഉത്സവം നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഭാഗം ഒരു കാട് പോലെ അല്ലെങ്കിൽ അധികം ആൾക്കാരെ ചെല്ലാത്ത രീതിയിൽ ഒഴിച്ചു വിട്ടിരിക്കും. അപ്പൊ ചില അമ്പലങ്ങളോടനുബന്ധിച്ചും ചെറിയ കാവുകളുണ്ട്. നമ്മൾ ഈ കാവുകളെ കുറച്ചുകൂടി ഒരു പരിഷ്കരിച്ച് പറയാറുണ്ട് വിശുദ്ധ വനങ്ങൾ എന്നാണ്. സീക്രട്ട് ഗ്രോവ്സ് എന്ന് ഇംഗ്ലീഷ് പറയും. അത് വിശുദ്ധമായി നമ്മൾ സംരക്ഷിച്ചു പോരുന്ന അല്ലെ നമ്മൾ പാവനമെന്ന് വിചാരിച്ച് സംരക്ഷിച്ചു പോരുന്ന ഇടങ്ങളാണ് കാവുകൾ. ഇപ്പൊ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അല്ലെ കേരളത്തിൽ തന്നെ കാവുകളിലുള്ള
ഒരുപാട് ജീവജാതികളുണ്ട്, അതുപോലെ ഒരുപാട് സസ്യങ്ങളുണ്ട്. നിങ്ങൾ ഏതൊരു ചെറിയ കാവിൽ പോയി കഴിഞ്ഞാൽ, ചിലപ്പോൾ 1-2 സെന്റ് സ്ഥലത്തുള്ള ഒരു കാവിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ കാസർഗോഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാഞ്ഞിര മരം, അങ്ങനെ കൂളിയൻ കാവുകൾ എന്ന് പറയും, കൂളിയൻ മരം എന്ന് പറയും. അങ്ങനെയുള്ള ചെറിയ കാവിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു മരം മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ മരങ്ങൾ മാത്രമായിരിക്കുക. ആ മരത്തോട് അനുബന്ധിച്ച് വള്ളിച്ചെടികളും മറ്റൊരു 10-50 സസ്യങ്ങളെയെങ്കിലും നിങ്ങൾക്ക് ഒരു കാവിൽ ചുരുങ്ങിയത് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ആ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രാണികൾ, നമ്മൾ ഷഡ്പദങ്ങൾ എന്ന് പറയുന്ന പ്രാണികൾ ഉണ്ടാകും. ആ പ്രാണികളിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രശലഭങ്ങൾ ഉണ്ടാകും, അതുപോലെ നിശാശലഭങ്ങൾ ഉണ്ടാകും. കാവ് പലപ്പോഴും നമ്മൾ വെള്ളം സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ്. കാവിൽ നിന്നായിരിക്കും മിക്കവാറും ചെറിയ ചെറിയ ഉറവുകൾ വന്നുകൊണ്ട് ചെറിയ തോടായിട്ട്, ആ തോട് അത് ചെറിയ നീർച്ചാലുകളായിട്ട് ഒരു തോടിലേക്ക് എത്തുന്നു, തോടിൽ നിന്ന് ഒരു പുഴയിലേക്ക് എത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ കാവിൽ തന്നെ ചെറിയ കുളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുളങ്ങളിലൊക്കെ വെള്ളം നിലനിർത്താൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഈ ചെറിയ തോടിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് മഴക്കാലത്ത് കാവ് സംരക്ഷിക്കുന്ന, അല്ലെ ഈ പച്ചപ്പുള്ള ഇടങ്ങൾ സംരക്ഷിക്കുന്ന കാവുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പണ്ട് പറയാറുണ്ട്, കാവ് തീണ്ടല്ലേ കുളം വറ്റും. അത് കാവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുളം വറ്റും, അതല്ല നമ്മുടെ കുടിവെള്ള സ്രോതസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല, ചില കാവുകളൊക്കെ, ചില കാവിൽ നിന്നൊക്കെ ചില ചെറിയ പുഴകളുടെ ചെറിയ നീർച്ചാലുകൾ ഉത്ഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിലുള്ള ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് ശൂലാപ്പ് കാവ് എന്ന് പറയുന്ന കാവിൽ നിന്ന് ചെറിയ നീർച്ചാലുകൾ ഉത്ഭവിക്കുന്നുണ്ട്. അത് പ്രധാനമായും കവ്വായി പുഴ എന്ന് പറയുന്ന നമ്മുടെ പുഴയിലേക്ക് എത്തിച്ചേരുന്ന നീർച്ചാലുകളാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാവും വെള്ളം സംരക്ഷിക്കുന്നതിൽ, ജലസംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഇടങ്ങളാണ്. അതോടൊപ്പം തന്നെ വലിയ പഴയ കാലത്താണെങ്കിൽ നമ്മുടെ കുറെ ആളുകൾക്കൊക്കെ കുറെ സ്ഥലം ഉണ്ടായിരിക്കും. പഴയ തറവാട് എന്ന് പറയും. ആ തറവാടിന്റെയൊക്കെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഭാഗം ആരും ചെല്ലാതെ ഒഴിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ള മരങ്ങളോ വള്ളിച്ചെടികളോ, അല്ലെങ്കിൽ അവിടെ ആളുകൾ പ്രവേശിക്കുന്നതിന് വളരെ അപൂർവമായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് പക്ഷികൾക്കും ഇടങ്ങളായിത്തീർന്നു. ഇപ്പം വലിയ മൂങ്ങ പോലുള്ള കാലംകോഴി, അതുപോലെ വെള്ളിമൂങ്ങ, അങ്ങനെ മൂങ്ങ അല്ലെങ്കിൽ നത്ത് വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾക്കൊക്കെയുള്ള ഒരു ഇടങ്ങളായിട്ടും കാവുകൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പക്ഷികളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ മൂങ്ങ വർഗത്തിൽപ്പെട്ട പക്ഷികളാണ് നമ്മളെ കൃഷിയെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൃഷിക്ക് ഹാനികരമായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നെല്ലിനെയൊക്കെ ആക്രമിക്കുന്ന നമ്മുടെ എലി, പെരിച്ചാഴി അങ്ങനെയുള്ള ജീവികളൊക്കെ നിയന്ത്രിക്കുന്നതും ഇത്തരം പക്ഷികളായിരിക്കും, മൂങ്ങവർഗത്തിൽപ്പെട്ട പക്ഷികളായിരിക്കും. അപ്പൊ അവരുടെ അഭയകേന്ദ്രങ്ങളാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പൊ കാവുകൾ പണ്ട് നമ്മൾ കാവുകളെ പറ്റിയൊന്നും അധികം പഠിച്ചിരുന്നില്ല, കുന്നുകളെ പറ്റിയൊന്നും പഠിച്ചിരുന്നില്ല. അപ്പൊ ഏകദേശം ഒരു 30 വർഷം മുമ്പാണ് മലയാളത്തില് കാവുകളെ കുറിച്ചുള്ള ആദ്യമായിട്ടുള്ള ഒരു പഠനം വരുന്നത്. അത് ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ ഇ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇപ്പോഴും അധ്യാപകനായി ഇപ്പം വിരമിച്ച ഒരു മാഷാണ്. അദ്ദേഹമാണ് ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കാവുകളെ കുറിച്ചുള്ള ഒരു ആധികാരികമായ ഒരു പഠനമായിരുന്നു അത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു കാസർഗോഡ് ജില്ലയാണെങ്കിൽ ഏകദേശം ഒരു 70-ലധികം കുറച്ച് വലിയ കാവുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കണ്ണൂർ ജില്ല നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 80ഓളം കാവുകൾ ഉണ്ട്. ചെറിയ ചെറിയ കാവുകൾ കൂട്ടിക്കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ 1000-ലധികം കാവുകളുണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലയിലും ഏകദേശം 1000-ലധികം കാവുകൾ നമുക്ക് കാണാൻ കഴിയും. മറ്റ് ജില്ലകളിലുള്ള കാവുകളെ പറ്റിയൊക്കെയുള്ള ചില പഠനങ്ങൾ, എത്ര കാവുകളുണ്ട്, അതിന്റെ വിസ്തീർണം, അത് ഏത് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് അത്തരം പഠനങ്ങൾ ലഭ്യമാണ്, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരം കാവുകൾ നിങ്ങളെ 21 പേരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്നത്. അതില് കുറച്ച് പേര് കഴിഞ്ഞ വർഷം നമ്മുടെ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന, അല്ലെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പരിപാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്. പിന്നെ ചില കുട്ടികൾ അവരുടെ വീടിനടുത്ത് കാവുകൾ ഇല്ല എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10ഓളം കുട്ടികളുടെ വീടിനടുത്ത് കാവ് ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് പ്രശ്നമില്ല, നമുക്ക് തൊട്ടടുത്ത ഏതെങ്കിലും സ്ഥലത്ത്
ഇതുപോലുള്ള കാവ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ഈ പറയുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലയാണെങ്കിൽ തെയ്യമൊക്കെ നടക്കുന്ന സ്ഥലത്ത് ചെറിയൊരു നാഗം പോലുള്ള സംഭവം ഉണ്ടായിരിക്കും. ചെറിയ നാഗാരാധനയുടെ ഭാഗമായിട്ട് ചെറിയ 1-2 സെന്റ് സ്ഥലം ഒഴിച്ചു വിട്ടിരിക്കും, ഒരു കാവ് അല്ലെങ്കിൽ ഒരു വിശുദ്ധ വനം എന്ന നിലയിൽ. അവിടെ നിങ്ങൾക്ക് പോയിട്ട് പഠനം നടത്താൻ പറ്റും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വെക്കേഷൻ കാലത്തുള്ള ആക്ടിവിറ്റി എന്ന് മാത്രമല്ല, നമുക്കിപ്പോ ഈ വെക്കേഷൻ തീരുന്നതോടുകൂടി ഈ പഠന പരിപാടി തീരുന്നില്ല. നിങ്ങളുടെ പഠനത്തെ, സ്കൂൾ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ വെക്കേഷനിൽ തുടങ്ങുന്നു. നമ്മൾ ഇന്ന് ഇപ്പം മെയ് 1 തുടങ്ങുന്നു. പിന്നെ കാവിൽ ഉള്ള ഒരുപാട് സസ്യങ്ങളെ, ചെറിയ ചെറിയ സസ്യങ്ങളെയൊക്കെ കാണണമെങ്കിൽ മഴ പെയ്തിട്ട് അതിൽ പൂക്കളെല്ലാം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ എളുപ്പം ഉണ്ടാവുക. പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സസ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ സസ്യങ്ങളെ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത്, അവയെ എങ്ങനെ തിരിച്ചറിയാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതാത് ആ രംഗത്ത് വിദഗ്ധരായ ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ കാവില് പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ അതിനുള്ള നിർദ്ദേശങ്ങൾ തരും. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെയുള്ള. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ രക്ഷിതാക്കളെയും കൂട്ടിയിട്ട് പോകണം. കാരണം കാവ് എന്ന് പറയുന്ന കുറച്ച് കാടിന്റെ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കുറച്ച് പേടി ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും. ചിലപ്പോ പാമ്പുകൾ നമ്മളെ വീട്ടുപറമ്പിലും കാണാം, അത് ചിലപ്പോ കാവുകളിലും കാണാം. അപ്പൊ അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ നിങ്ങളുടെ രക്ഷിതാക്കളെ കൂട്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരം പഠനങ്ങൾക്ക് പോകേണ്ടത്. രക്ഷിതാക്കളത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരം കാവുകളിൽ ചെന്നിട്ട് അവിടെ കാണുന്ന, ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് മരങ്ങളും ചെടികളും കാണാൻ പറ്റും. ചിലപ്പോൾ ചില ചിത്രശലഭങ്ങളെ കാണാൻ പറ്റും, ചില പക്ഷികളെ കാണാൻ പറ്റും, ചില തുമ്പികളെ കാണാൻ പറ്റും, അല്ലെ നമുക്കറിയാത്ത ഒരുപാട് മറ്റ് ജീവജാതികളെ കാണാം. തേരട്ട, അതുപോലെ തവളകള്, അതുപോലെ പല്ലി, അങ്ങനെ ചിലന്തികള്, ഇങ്ങനെയുള്ള ഒരുപാട് ജീവജാതികൾ ഇപ്പോഴും മഴ പെയ്യുന്നതോടുകൂടി കാവിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ജീവികളുടെയൊക്കെ നിങ്ങൾക്ക്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ പലരും ചെറിയ മൊബൈൽ, നിങ്ങളുടെ രക്ഷിതാക്കളുടെ മൊബൈൽ ഇപ്പോഴും കളിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി ഇത്തരം പഠനങ്ങൾക്ക് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ മൊബൈലിൽ ചില ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റും. ആ ഫോട്ടോ നമ്മുടെ ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചെടികളുടെ ഫോട്ടോസ്. ഇനി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചില കുട്ടികൾക്ക്, നമുക്ക് പക്ഷികളുടെ ഫോട്ടോ എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്നില്ല. പക്ഷികളെ നിങ്ങൾ കാണാൻ പറ്റിയെങ്കിൽ അതിന്റെ വിവരണം അത് ഏതെങ്കിലും പുസ്തകത്തിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പക്ഷിയുടെ ചിത്രമൊക്കെ വരച്ചിട്ട് കളർ കൊടുത്തിട്ട്, അല്ലെങ്കിൽ കളർ ഇല്ലാതെയൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ കാവിന്റെ ഒരു പഠനം തുടങ്ങിയിട്ട് നമ്മൾ സെപ്റ്റംബർ 20 വരെയാണ് പഠനത്തിന്റെ. അത് നിങ്ങൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കാവിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി നടത്തണമെന്നില്ല. അല്ലാത്ത ദിവസം, ഒഴിവ് സമയങ്ങളിൽ, അല്ലെ ഒഴിവ് സമയം കണ്ടെത്തിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണയെങ്കിലും ഈ നിങ്ങളുടെ ഈ പറയുന്ന വീട്ടിനടുത്തുള്ള കാവുകൾ സന്ദർശിച്ചിട്ട് അവിടെ ഉള്ള ജീവജാതികളെയും അതുപോലെ സസ്യങ്ങളുടെയൊക്കെ ചിത്രം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോ നമ്മുടെ അതുകൂടാതെ നമ്മൾ ഇന്ന് ഒരു ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു ആദ്യത്തെ പരിപാടി നടത്തുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പറ്റാവുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ കണ്ണൂർ, കാസർഗോഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ കോഴിക്കോടുള്ള ഏതെങ്കിലും കാവിൽ വെച്ചിട്ട് നേരിട്ടുള്ള ഒരു സന്ദർശനം, നിങ്ങൾ നേരിട്ടുള്ള ഒരു പഠനം, ഫീൽഡ് സ്റ്റഡി അല്ല, ഫീൽഡ് വിസിറ്റ് എന്ന് പറയും. കാവുകളിൽ ചെന്നിട്ട് നേരിട്ട് ഉള്ള ഒരു പഠന രീതി, അതിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം വരും. അങ്ങനെ ഒരു പ്രോഗ്രാം, ആദ്യത്തെ ഒരു ഓഫ്ലൈൻ പരിപാടി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫീൽഡ് വിസിറ്റ് അല്ലെ കാവ് സന്ദർശനം നമുക്ക് ഈ മാസം പകുതിയോടുകൂടി 10-ാം തീയതിക്ക് ശേഷം നമുക്ക് കണ്ണൂരാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള വളരെ പ്രസിദ്ധമായ നീലിയാർ കോട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ധർമ്മശാല, മാങ്ങാടിനടുത്തുള്ള നീലിയാർ കോട്ടം. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ കാസർഗോഡ് ജില്ലകളിലും ഒരുപാട് കാവുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കാവിൽ നമുക്ക് ആദ്യത്തെ ഒരു നേരിട്ടുള്ള പഠന പരിപാടി നമുക്ക് വെക്കാം. അതിൽ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിരീക്ഷിക്കാന്നുള്ള പ്രായോഗികമായ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ
ഇത്രയുമാണ് എനിക്ക് തോന്നുന്നത് തൽക്കാലം പറയാനുള്ളത്. ബാക്കി നമുക്ക് പിന്നീട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്കൊരു 8:45 ഈ പരിപാടി അവസാനിക്കും. മറ്റൊന്ന് ഒരു കാര്യം പറയാൻ വിട്ടത്, നമ്മുടെ കാവുകളിൽ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ഒരുപക്ഷെ ചില വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് അല്ലെങ്കിൽ സസ്യങ്ങളെ കുറിച്ചൊക്കെ അല്ലെ മരങ്ങളെ കുറിച്ച് ചെടികളെ കുറിച്ചൊക്കെ ഇട്ടിരിക്കും. അങ്ങനെയുള്ള പല സസ്യങ്ങളും നിലനിൽക്കുന്നത് കാടിന് പുറത്തുള്ള കാവുകളിലായിരിക്കും. അപ്പൊ കാടിന്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വളരെ പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള ആവാസ വ്യവസ്ഥകളായിട്ട് നമുക്ക് കാവുകളെ കാണേണ്ടതുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പഠനം, കാവുകളെ കുറിച്ചുള്ള ഒരു പഠനം എന്ന രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവജാതികളെ, സസ്യങ്ങളെ, അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ ജൈവ വൈവിധ്യത്തെ നേരിട്ട് കണ്ട് പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ ബോധം ഉണ്ടാകാനും, അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെയുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാതികളെ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ നിലനിൽക്കുന്ന കാവുകൾ സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഈ നിരവധി സസ്യജന്തുജാലങ്ങളെ കാത്തുരക്ഷിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇടങ്ങൾ എന്ന മാത്രം അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടിവെള്ളം സംരക്ഷിക്കുന്നതിൽ, നമ്മുടെ നാട്ടിന്റെ വെള്ളം സംരക്ഷിക്കുന്നത്, ജലസംരക്ഷണത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകൾ കൂടിയാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് നേരിട്ടുള്ള ഒരു പഠനം ആരംഭിക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. ഞാൻ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് കൂടി ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കിടുമെന്ന് വിചാരിക്കും. ഓക്കെ. അരുൺ ഒന്ന് സംസാരിക്കോ? അരുൺ രാജ്. ഹലോ. കേൾക്കാം. പറഞ്ഞ പോലെ ഒരു 2-3 ക്ലാസ്സിലേക്ക് ശേഷം ഒരു ഓഫ്ലൈൻ ആയിട്ട് ഏതെങ്കിലും ഒരു കാവൽ പറ്റുമെങ്കിൽ മീഡിയക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റും നോക്കാം. അതിന് മാഷ് പറഞ്ഞത് തന്നെയുള്ളൂ. അഡീഷണൽ ആയിട്ട് എന്തൊക്കെ പറയാനുണ്ടോ അരുൺ? ചില കുട്ടികൾക്ക് അടുത്ത് കാവുകളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരുടെ എക്സാക്ട് എവിടെയാണ് സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം ഏതെങ്കിലും അടുത്തുണ്ടോ, നമ്മുടെ പരിചയത്തിലുണ്ടോ എന്ന്. അതെ, ശരി. അതായത് കുട്ടികളെ, നിങ്ങളുടെ അടുത്ത് കാവുകളില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയ കാവുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കാവുള്ള ഒരു സ്ഥലത്തേക്ക് കുറച്ച് പേര് ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ കാവ് പഠനത്തിൽ കുറച്ച് കൂടുതൽ അനുഭവജ്ഞാനമുള്ള അല്ലെങ്കിൽ സസ്യങ്ങളെയും മറ്റു ജീവജാതികളൊക്കെ തിരിച്ചറിയാൻ കൂടുതലായിട്ട് കഴിയുന്ന ആളുകളെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ ഞങ്ങളോടൊപ്പം വരുമെന്നാണ് വിചാരിക്കുന്നത്. പറഞ്ഞോളൂ. ഞാൻ നവജിന്റെ അച്ഛനാണേ. അതായത് കാവുകളില്ല എന്ന് പറഞ്ഞത്, ഇവിടെ ഒരു കാവുണ്ടായിരുന്നു, പക്ഷെ അത് മരമെല്ലാം മുറിച്ചിട്ട് അവര് ഒരു മരത്തിലേക്ക് അത് എന്നാ ആവാഹിച്ചെടുക്ക, അങ്ങനെ എന്തോ ഇല്ലേ? ശരി. അങ്ങനെ അഴീക്കോടാണ് സാർ. അഴീക്കോട്. ഓക്കെ. അഴീക്കോട് ഭാഗത്ത് കാവിന്റെ ശേഷിപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോണ്ട് അത് പിന്നെ തെരുവ് ഭാഗത്തൊരു അവിടെയുണ്ട് കുറച്ച് മരമുണ്ട്. പിന്നെ അത് മാത്രല്ല, ചിലപ്പോ ഈ മുറിച്ച് മാറ്റി കഴിഞ്ഞാലും അവിടെ കാവിന്റെ ഒരു ശേഷിപ്പുണ്ടായിരിക്കും. അവിടെ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 19 ചെടികളെങ്കിലും നമുക്ക് ഏതൊരു സ്ഥലത്ത് ചെന്നാലും കാണാവുന്ന പോലെ
അതെ. ഉണ്ടാകാം. അത് പ്രശ്നമല്ല. കളരിവാതിക്കൽ എന്ന് പറഞ്ഞാൽ ആ അവിടെ കളരി വാതിക്കല് നല്ലതാണ്. കളരി വാതിക്കല് നല്ലൊരു കാവാണ്. പിന്നെ അഴീക്കൽ അങ്ങനെ ഒരു ചെയ്യാം. കാവുണ്ട്. ഓക്കെ. അഴീക്കൽ അതിന്റെ അമ്പലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അവിടെ ഒരു അതിൽ കാവ്. അമ്പലത്തിനോടനുബന്ധിച്ച കാവുകൾ ഉണ്ടാകും. അതുപോലെ നമ്മുടെ തെയ്യം കഴിപ്പിക്കുന്ന കാവ് എന്നുള്ള നിലയിലും കാവുകൾ ഉണ്ടാകും. ചില കാവുകളിൽ ചെറിയ ഒരു സെന്റോ 1/2 സെന്റോ ഒക്കെ ആയിരിക്കും പേരിന് അവരുടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് നാഗം എന്ന രീതിയിലൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. സാർ ഇപ്പോ ഒരു സംശയം, ഈ ആദ്യം അവിടുത്തെ ഫീൽഡ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരെ പ്രൊജക്ട് നമ്മൾ തുടങ്ങുക, അല്ല എങ്ങനെയത്? അതിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റ് ആളുകൾ പറയും. എങ്ങനെയാണ് ഇത് ചിത്രം അപ്ലോഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അരുൺരാജോ സ്നേഹ ടീച്ചർ പറയും. നമ്മളിപ്പോ ഇന്ന് ഒരു തുടക്കമുള്ള രീതിയിലാണ് ക്ലാസ് എടുത്തത്. ഇനി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ജീവജാലങ്ങളെ നിരീക്ഷിക്കേണ്ടതെന്നും അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിലൊരു 2-3 ദിവസങ്ങളിൽ അവർക്ക് ഓരോ വിഭാഗത്തിൽപ്പെട്ടത് സസ്യങ്ങളെ കുറിച്ചാണെങ്കിലും അങ്ങനെ ബേഡ്സിനെ കുറിച്ച് അങ്ങനെ അവർ ഒരു ക്ലാസ് കൊടുക്കും. ഇതേപോലെ തന്നെ ഒരു 30 മിനിറ്റുള്ള ക്ലാസ് കൊടുക്കും. അതിനുശേഷം എല്ലാവരോടും ചേർന്നിട്ട് കോട്ടത്തെ എവിടെയെങ്കിലും ഒന്ന് കൂടിയിരുന്ന് ഒന്ന് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അവർക്ക് എങ്ങനെയാണോ കാവുകൾ സന്ദർശിക്കേണ്ടതെന്നെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം വീടിനടുത്തുള്ള കാവുകളിലേക്ക് അവർക്ക് ഇറങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. മറ്റ് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമായിരിക്കും. ഓസ്റ്റിൻ. Yeah, so I live in Bangalore and there are no sacred groves over here. So could you please tell when are we going to see the sacred groves so that I can plan and travel? Okay. We shall inform you in time. Thank you. Probably second or third week of this month, we can plan to visit some of the Gotham is the most convenient let us plan. Austin, most probably it will be by the 3rd week of this month. Okay, thank you. കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. രക്ഷിതാക്കൾക്ക് കൂടുതൽ സംശയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഇടപെടില്ല. സസ്യങ്ങളായാലും ജീവിജാലങ്ങളായാലും ഈ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ ഇടപെടൂ. സാർ അഭിലാഷ് സാർ പറഞ്ഞത് എപ്പോഴേക്കാ ഇതെപ്പോ തുടങ്ങോ പോകണ്ടേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നേരിട്ടുള്ള ഒരു കാവ് സന്ദർശനം ഉണ്ടായിരിക്കും. അത് ഈ മാസം 2ാം വാരത്തിൽ അല്ലെ 3ാം വാരത്തിൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അതായത് ഈ മാസം പകുതിക്ക് ശേഷം, 10ാം തീയതിക്ക് ശേഷം. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. എനിക്കൊന്ന് രക്ഷിതാക്കൾക്ക് ചില ആശങ്കകൾ ഒക്കെ ഉണ്ടാകും. ഈ കാവിലേക്ക് പോകുന്ന സമയത്ത്
എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെയുള്ള ചില ആശങ്കകൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ രക്ഷിതാക്കൾ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ, ആശങ്കകൾ ഉണ്ടെങ്കിൽ. രണ്ടുപേരും മാത്രമേ സംസാരിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഹലോ, പറയൂ. മാഷെ റോബിൻസ് ആണ്. റോബിൻസ് പറയൂ. നമുക്ക് കാവുകൾ ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലും അവനുണ്ട്, ചെക്കനുണ്ട്. ഞാൻ ചോദിച്ചത്, ഈ കാവ് പോകുമ്പം എന്തെങ്കിലും വിശ്വാസത പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഈ കാവുകൾ കയറുമ്പം? ഇല്ല, അത് പല സ്ഥലത്തും ഇപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചില കാവുകള് ചിലപ്പോ അങ്ങനെ ചില വിലക്കുകൾ ഉണ്ടെങ്കിൽ അത് അനുസരിക്കുകയാണ് വേണ്ടത്. അവരെ അവിടെ ചിലപ്പോ ചെരുപ്പഴിച്ച് വെക്കേണ്ടി വരും. അല്ലെ ചില സ്ഥലത്ത് കാവിന്റെ തന്നെ ചില ഭാഗങ്ങളിൽ കയറാൻ പറ്റാത്ത ഇതുണ്ടാകും. അത് നമ്മൾ ഒഴിവാക്കാം. അതിന് പുറത്തുള്ള ഹിന്ദുക്കളല്ലാത്ത ആളുകൾ കയറുമ്പോൾ പ്രശ്നമുണ്ടോന്ന്? ഇല്ല, അത് ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും പോകുന്നുണ്ട്. അതങ്ങനെ പ്രശ്നങ്ങൾ നമുക്കത് ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പുറമേ കൂടി എന്തായാലും കാണാം. ഉള്ളിലത്തെ ചിലപ്പോ ഈ പൂജയൊക്കെ നടക്കുന്ന ഏരിയയിൽ അത് നമ്മളൊന്നും സാധാരണ പോകാറില്ല. പൂജയൊക്കെ നടക്കുന്ന ഏരിയയിൽ ഏരിയ ഒഴിവാക്കി മതി. അത് പ്രശ്നമില്ല. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതല്ലേ, അങ്ങനെയല്ല. അവിടെ നിങ്ങളുടെ അടുത്ത് തന്നെ ഈ അമ്പലത്തിനോടനുബന്ധിച്ചുള്ള കാവുകൾ ഉണ്ടാവുമല്ലോ അല്ലേ? അടുത്തെന്ന് പറഞ്ഞാല് അത് അരങ്ങത്തിനടുത്തൊരു അവിടെ കാവില്ല, ഒരു 2 മരമൊക്കെ ആയിട്ട് ചെറിയ സ്ഥലമുണ്ട്. ഓക്കെ, അത് നോക്കാം. കാവുന്നില്ല പേരിലോ അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട ചെറിയ കാടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവിടെ പ്ലാനുള്ളതാ, അവിടെ മിക്കവാറും തന്നെ പോവാമല്ലോ. അതെ, അത് പ്രശ്നമില്ല. മറ്റ് രക്ഷിതാക്കൾക്ക് ഒന്നും ചോദിക്കാനില്ലേ? ഹലോ സാർ, ഞാൻ ചെക്കിക്കുളത്ത് നിന്നാണ്. ചെക്കിക്കുളത്ത് നിമേഷ്. എന്റെ മക്കള് രണ്ടാളും ആദ്യമായിട്ട് മാഷ കമ്പ്യൂട്ടർ കണ്ട സമയത്ത് രണ്ടാളും രജിസ്റ്റർ ചെയ്തത്. അപ്പോ ചെക്കിക്കുളം മാണിയൂര്, ചെക്കിക്കുളം ഭാഗത്തിന്റെ മാണിയൂര്, കുറ്റിയാട്ടൂർ ഭാഗത്തൊക്കെ കാവുകൾ, ചെറിയ ചെറിയ കാവുകൾ. എന്റെ ഗ്രാമത്തിൽ തന്നെ ഒരു നല്ലൊരു കാവുണ്ട്, കിഴക്കൻ കാവ്. കിഴക്കൻ കാവ് അവിടെ മരവരി മരമൊക്കെ ഉള്ള സ്ഥലമല്ലേ അത്? ഒരു കാലത്ത് എന്റെ ചെറുപ്പകാലത്ത് പിന്നെ അവിടെ വെച്ചാല് ഈ വവ്വാലുകൾ, കൂട്ടത്തോടെ വവ്വാലുകൾ ഒരു പ്രത്യേക ഒരു കേന്ദ്രം തന്നെയായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞ ശേഷം അത് മാറി, അവിടുന്ന് മാറി ഓരോ സ്ഥലത്തേക്ക് പോയാണ്. പക്ഷെ ഇപ്പൊ കാടും കാവും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മഴ നടക്കുമെന്നും പറഞ്ഞ് ശാസ്ത്രദായ വർഷത്തിന്റെ ഒരു ചെറിയൊരു കുട്ടികളുടെ പരിപാടികളുണ്ടായിരുന്നു. കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് അവിടെ ചെറിയ ചെറിയ എന്തായാലും കാവുകളുണ്ട്. അപ്പൊ ആ കാവ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി, ഏത് കാവാണ് നോക്കേണ്ടതെന്നല്ലേ രീതിയിൽ. ആയിക്കോട്ടെ. താങ്ക് യു. സ്ഥലം പറഞ്ഞത് കുറ്റിയാട്ടൂരിനടുത്ത് മാണിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. മാണിയൂർ. ഹലോ, പറയൂ. ഹലോ, ബാലകുമാരൻ സത്യാനന്ദനാണ്. കേൾക്കുന്നുണ്ട് സത്യൻ. അപ്പോ ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ മകൻ ആദ്യമായിട്ട് അല്ല, 1-2 തവണ എന്റെ കൂടെ കാവുകളിൽ വന്നിട്ടുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പൊ അതേപോലെ തന്നെ മാഷപ്പുരം, കണ്ണപുരം ബയോഡൈവേഴ്സിറ്റി വേസ്റ്റ് കൊടുക്കുന്ന ഭാഗമായിട്ട് നമ്മൾ മൊത്തം നടന്നത് അതൊരു അനുഭവമായിട്ടാണ് ഞാൻ. പിന്നെ കുറവൊക്കെ അടുത്തുള്ളതുകൊണ്ട് അവിടെ പോകാം. പിന്നെ താഴേക്കാവൊക്കെ ആവാം. അതെ. പിന്നെ നമ്മുടെ ഇവിടെയുണ്ട് പ്രയാങ്കോട്ടം, അവിടെയും ഒരു ചെറിയ ഒരു കാവിന്റെ ഒരു ഏരിയ ഉണ്ടല്ലോ. പ്രയാങ്കോട്ടം മാഷ എപ്പോഴെങ്കിലും അവിടെ പോവാണെങ്കിൽ ഒന്ന് ഞാൻ വിളിക്കാം. വരാം. ഓക്കെ. ശരി സത്യം.
രാജേഷ് ഒടയഞ്ചൽ ഇല്ലേ? ആത്മിക ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്താ ഒന്നും പറയാതെ? ഇല്ല, പ്രത്യേകിച്ച് എന്ത് പറയാൻ, ഇവിടെ ഇവിടെ എന്റെ ഇപ്പം വീടിന്റെ പരിസരത്ത് ഒരു കാവില്ല. പക്ഷെ മുമ്പ് ഒടയഞ്ചാലില് ഒരു കാവുണ്ട്. അവിടെ പക്ഷെ പെണ്ണുങ്ങൾക്ക് അതിനകത്ത് കയറിക്കൂടാന്നാണ്. അങ്ങനെ ചില വിലക്കുകൾ ഉണ്ടാവും. അതെ അതെ, അതുണ്ട്. അതുകൊണ്ട് പിന്നെ അത് ഇപ്പൊ കാവ് തന്നെ വേണമെന്നില്ലല്ലോ നമുക്ക്. പിന്നെ ഇല്ല, കാവ് തന്നെ വേണമെന്നില്ല. കാസർഗോഡ് ഭാഗത്താണെങ്കിൽ കാനങ്ങളുണ്ട്. അതെ അതെ, അതുണ്ട്. അപ്പം അങ്ങോട്ട് അതാണ് ഞാൻ പിന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കാനങ്ങളായാലും മതി, ബുദ്ധിമുട്ടില്ല. അതെ, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത്യാവശ്യം പോകുന്ന കാനങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഞാൻ പറയാണ്. കാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ കാവ് എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പേരിൽ നിലനിൽക്കുന്നതാണ്. കാനങ്ങൾ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പേരിൽ അല്ലാതെ തന്നെ ഒരു നീർച്ചാലൊക്കെ ഉത്ഭവിക്കുന്ന കാടിന്റെ ഒരു ശേഷിപ്പ് ആണ് കാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടുതൽ കാനങ്ങൾ കാസർഗോഡ് ജില്ലകളിലാണുള്ളത്. അവിടെ കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളുടെ പേര് തന്നെ കാനം എന്ന പേരിൽ അവസാനിക്കുന്നതാണ്. നമ്മൾ പയ്യന്നൂര്, കാനായി കാനം പോലുള്ള സ്ഥലങ്ങളും ഈ കാനം എന്ന ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. ഓക്കെ, അത് അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്താൽ. അതെ, പെണ്ണും ഗ്രൂപ്പിനകത്ത് അവളുണ്ട്, പെണ്ണുണ്ട്. ഓക്കെ ഓക്കെ. ആമിയെ കുറെ കാലമായി കാണാതെ. അവളുണ്ട്, ഇതിനകത്തുണ്ട്, മീറ്റിങ്ങിനകത്തുണ്ട്. അതെ, ഓക്കെ ആമി. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സംശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. മടിക്കണ്ട ഏത് കാര്യം ചോദിക്കുന്നതിന്. അതായത് നിങ്ങളുടെ ഈ ഫോൺ, അതായത് നിങ്ങളുടെ ഒരു കഴിവ് ഈ രീതിയിലേക്ക് എല്ലാവർക്കും മനുഷ്യകുലത്തിനൊട്ടാകെ ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ അറിവുകളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ ഒരു പഠന പരിപാടി എന്ന് പറയുന്നത്. പറയൂ. ശബ്ദം മുറിഞ്ഞു പോകുന്നു. റേഞ്ച് കുറവാ മോനെ? റേഞ്ച് കുറവാണോ? ഇല്ലെങ്കിൽ നമ്മള് നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ ഒന്ന് സംശയം ചോദിച്ചാലും മതി കേട്ടോ. എന്തെങ്കിലും കാര്യം ഇപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കണമെന്നില്ല. അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഏത് കാര്യവും ഇത് സംബന്ധിച്ച് ഏത് കാര്യവും ചോദിക്കാം, വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തു. സ്നേഹ, സ്നേഹ ടീച്ചർ പോയോ? ഓക്കെ, ലതിക ടീച്ചർ ഉണ്ടായിരുന്നല്ലോ. ഞാനുണ്ട് പക്ഷെ ഞാൻ വീട്ടിലല്ല ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ല, നമുക്ക് ബയോഡൈവേഴ്സിറ്റി നമുക്ക് ഓരോന്ന് വേറെ തിരിച്ച് നമുക്ക് ഓരോ ദിവസം ക്ലാസ്. അതെ, ഓക്കെ. രേഷ്മ എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടികളോട് ഇന്ന്? കുട്ടികളോട് നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് സസ്യങ്ങളെ പറ്റി എങ്ങനെ നമ്മൾ സസ്യങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളത് ഒരു വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു കാവിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങള് ചെടികളെ നോക്കണം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞ് ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കാവുകളെ പറ്റി പഠിക്കാൻ തോന്നി നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നതിൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും വളരെയധികം പ്രശംസിക്കപ്പെടേണ്ടതാണ്. അതിന് നല്ലൊരു അഭിനന്ദനം പറയുന്നു. നിങ്ങളുടെ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടം എന്ന് നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.
അരുൺ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി നാളെ എനിക്ക് തന്നെ അവർക്ക് റേഷനോട് ഒരു ക്ലാസ് കൊടുക്കും. ഓക്കെ. 10 മണിക്ക് ഇതേ സമയത്ത് തന്നെ സസ്യങ്ങൾ എങ്ങനെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിലായിട്ട്. ഓക്കെ, എല്ലാവരും കേട്ടില്ലേ? അപ്പോ നാളെ രേഷ്മ ടീച്ചറുടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. സസ്യങ്ങളെ എങ്ങനെ നിരീക്ഷിക്കാം എന്ന കാര്യത്തെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ മാഷി, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. അരുൺ രാജ്, ഒരു ഔപചാരികമായ ഒരു നന്ദി പറയുന്നോ? നമുക്ക് ഇങ്ങനൊരു ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കുകയും അതിന് നല്ല പിന്തുണ നമ്മൾ കിട്ടുകയും ചെയ്തു. അത് ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം വളരെ സുന്ദരമായിട്ട് കൂടുതലായിട്ട് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അത് നല്ലൊരു അവാർഡൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. മാടായി സ്കൂളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാമായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ളൊരു കൂടുതൽ ഒബ്സർവേഷൻ എടുക്കുന്നവരും കൂടുതൽ ഡാറ്റ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ ഇൻവോൾവ് ആവുന്നവർക്കും ഒരു സമ്മാനമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവിലേക്ക് എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും സാന്നിധ്യം ഉണ്ടാവുക. നാളത്തെ ക്ലാസ്സും 8 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അതിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.